ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വേണ്ട ഫോണ്ട് മലയാളം FML ഫോണ്ട് എന്ന് പറഞ്ഞ ഫോണ്ടാണ് നമുക്ക് വേണ്ടത്. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഇവിടെ ഡൗൺലോഡ് മലയാളം ഫോണ്ട് പാക്കേജ് 255 മലയാളം ഫോണ്ട്. ഇത് ഓപ്പൺ ചെയ്താൽ ഇതിലിവിടെ കാണിക്കും ഡൗൺലോഡ് ചെയ്യാനുള്ള സിപ്പിൻ ഫയൽ. അത് ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്യുക. ആദ്യം എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഫയൽ മൊത്തം സിസ്റ്റത്തിൻ്റെ ഫോൾഡർ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്താൽ സംഭവം ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യണ പണി കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ വേണ്ടത് ആദ്യം നമുക്കിപ്പോൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാം. ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തു. നേരെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ന്യൂ ഫയൽ ഓപ്പൺ ചെയ്തു. അതിലുള്ള ടെക്സ്റ്റ് ടൂൾ എടുക്കുക. ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് കളർ സെറ്റ് ചെയ്തു. സൈസ് 48. ഇപ്പോൾ ഞാനിവിടെ ആദ്യം മലയാളം ടൈപ്പ് ചെയ്യണോണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് കറക്റ്റ് മലയാളമല്ല. അപ്പോൾ നമുക്ക് വേണ്ടൊരു മലയാളം ഇവിടെ ടൈപ്പ് ചെയ്യണം. അപ്പോൾ ആദ്യം വീണ്ടും നമ്മൾ ഗൂഗിൾ പോയിട്ട് പുതിയൊരു ടാബ് ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ കുറ്റിപ്പെൻസിൽ എന്ന് പറഞ്ഞൊരു സൈറ്റ് ഓപ്പൺ ചെയ്യാം. കുറ്റിപ്പെൻസിൽ മലയാളം ടൈപ്പിംഗ് യൂട്ടിലിറ്റി ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കുറ്റിപ്പെൻസിൽ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഓപ്പൺ ആകും. കുറ്റിപ്പെൻസിൽ വന്നു. ഇവിടെ നമുക്ക് വേണ്ട കാര്യം ടൈപ്പ് ചെയ്യാം. മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ടത് കൊറോണ 9 അടിക്കുമ്പോൾ ഇങ്ങനെ വരും. നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ അത് വരില്ല. അപ്പോൾ ബാക്ക് സ്പേസ് അടിച്ചാൽ അതവിടെ ഇത് 9 വരും. അപ്പോൾ 9 സെലക്ട് ചെയ്യാം. 9 പേർക്ക് കൂടി റിപ്പോർട്ട് ചെയ്തു. ഇത്ര ഇത് നമുക്ക് ഒരൊറ്റ ലൈനിലാക്കി എടുക്കാം. അല്ലെങ്കിൽ 2 ലൈൻ വേണമെങ്കിൽ എങ്ങനെ വെച്ചാൽ അതിന് കണക്കാക്കി. ഇപ്പോൾ 2 ലൈൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് നമ്മൾ 2 അടിച്ചാൽ താഴേക്ക് വരും. 3 ലൈൻ ആക്കണമെന്നുണ്ടെങ്കിൽ 1 അടിച്ചാൽ 3 ലൈൻ. ഇപ്പോൾ 3 കൊറോണ ഇന്ന് 9 പേർക്ക് കൂടി റിപ്പോർട്ട് ചെയ്തു. ഇങ്ങനത്തെ ഒരു ഫയലിനെ നമ്മളിവിടെ കൺവേർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഫോൾഡർ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ കോപ്പി ടു FML സീരീസ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു വിൻഡോ ഓപ്പൺ ആവും. ഇതിൽ കൺവേർട്ട് ടു FML സീരീസ്. അപ്പോൾ നമ്മളിവിടെ ടൈപ്പ് ചെയ്തത് ഈ FML സീരീസിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. നമ്മുടെ താഴെ വന്നിട്ട് നേരെ കോപ്പി ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലോസ് ചെയ്യുക. നേരെ ഫോട്ടോഷോപ്പിൽ പോയിട്ട് ഇവിടെ നമ്മൾ പേസ്റ്റ് Ctrl+V. അപ്പോൾ അവിടെ നമ്മളവിടുന്ന് ചെയ്തത് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അലൈൻമെൻറ്റൊക്കെ സെറ്റ് ചെയ്യാണ്ട്. അപ്പോൾ അത് ക്ലിയർ ആവും. ഓക്കെ, കൊറോണ എന്ന് 9 പേർക്ക് കൂടി റിപ്പോർട്ട് ചെയ്തു. ടൈപ്പിംഗ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് വരും. നമ്മൾ ചിലപ്പോൾ ചെയ്തു എന്ന് അവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് അവിടെ ചെയ്തു എന്നായത്. നമുക്ക് വേറൊരു ഇത് എഴുതാം. മലയാളം ടൈപ്പിംഗ് നമ്മൾ കൺവേർട്ട് അടിച്ചു, കോപ്പി ടെക്സ്റ്റ് അടിച്ചു, ക്ലോസ് ചെയ്തു. വീണ്ടും ടെക്സ്റ്റ് ടൂൾ എടുത്തു, കോപ്പി ചെയ്തു. മലയാളം ടൈപ്പിംഗ് വളരെ സിമ്പിളാണ്. ഇനി ഇതിൽ നമ്മളിവിടെ വെച്ചെത്തുന്നു. ഇതിൽ ഇവിടെ ഫോണ്ടുകളുണ്ട്, പലതരം ഫോണ്ടുകളുണ്ട്.
ഒരുപാട് ഫോണ്ടുകളുണ്ട്. ഏകദേശം 255 നമ്മൾ ഡൗൺലോഡ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ. 255ഓളം ഫോണ്ടുകൾ മലയാളത്തിൽ കിട്ടും. ഇതിങ്ങനെ പല ടൈപ്പുണ്ട്. സൈസ് കൂട്ടാം, ബോൾഡാക്കാം, എല്ലാം മെറ്റാലിക് ആക്കാം. വലിയ അക്ഷരം അത് ഇതിൽ ഉപയോഗിക്കില്ല, നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരിതാണ്. ക്യാപിറ്റൽ ആക്കാം. അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്, എല്ലാം ചെയ്യാം. ഫുള്ള് ഇംഗ്ലീഷ് ഫോണ്ടുകൾ ചെയ്യണ പോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഫോട്ടോഷോപ്പിൽ നമ്മൾ പഠിച്ചു. ഇനി ഇതേ സംഭവം തന്നെ നമുക്ക് ഇല്ലുസ്ട്രേറ്ററിലും ചെയ്യാൻ പറ്റും. ഇല്ലുസ്ട്രേറ്റർ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ന്യൂ ഫയൽ. ഇവിടെ നമ്മൾ ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്തു. നേരെ ടെക്സ്റ്റ് ടൂൾ എടുക്കുക. സൈസൊക്കെ ഫോണ്ടിൻ്റെ സൈസ് 45, 48 നമ്മൾ നേരെ അവിടെ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചുകൊണ്ട് നേരെ കൺട്രോൾ പേസ്റ്റ്. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ വരും. ഇങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇതിൽ ഫോണ്ട് ഇംഗ്ലീഷ് ഫോണ്ടിലാണ് കിടക്കുന്നത്. ജസ്റ്റ് നമ്മൾ ഫോണ്ട് മാറ്റിയാൽ മാത്രം മതി. മലയാളം ടൈപ്പ് അത്രേ ഉള്ളൂ. അതേ സംഭവം തന്നെയാണ് ഇവിടെയും ചെയ്യുക. കളർ മാറ്റുക, ഫില്ല് കൊടുക്കുക, സ്ട്രോക്ക് ആണെങ്കിൽ സ്ട്രോക്ക് കൊടുക്കുക, എത്ര സ്ട്രോക്ക് ഒക്കെ ചെയ്യാം. അപ്പോൾ ഇല്ലുസ്ട്രേറ്ററിലും നമ്മൾ ചെയ്യേണ്ടത് പഠിച്ചു. ഇനി ഉള്ളത് പ്രീമിയറിലാണ്. അപ്പോൾ പ്രീമിയർ ഓപ്പണായി വന്നാൽ ചെയ്യാനൊന്നുമില്ല, സിമ്പിൾ, വളരെ സിമ്പിൾ. ഇത് ചെയ്തതുപോലെ തന്നെ ജസ്റ്റ് കോപ്പി ചെയ്യേണ്ട പണി തന്നെ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് അതും കൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ന്യൂ പ്രോജക്റ്റ് എടുത്തു. പ്രീമിയറിൽ പേര് ടൈപ്പിങ്, എന്തെങ്കിലും ഒരു പേര്, ജസ്റ്റ് ഒരു പേര് ടൈപ്പിങ്. ഓക്കെ, കൺട്രോൾ I അടിച്ചിട്ട് ഒരു ഫയൽ എന്തെങ്കിലും നമ്മൾ ഡെസ്ക്ടോപ്പിൽ നിന്ന് ഒരു ഫോട്ടോ ഇമ്പോർട്ട് ചെയ്തു. അതിന് ടൈം ലൈനിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫോട്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇതിനൊരു ടെക്സ്റ്റ് ഇവിടെ ജസ്റ്റ് നമ്മളിപ്പോൾ താജ്മഹലിൻ്റെ പേര് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ നമ്മൾ കുറ്റി പെൻസിലിൽ പോയി താജ്മഹലിനെ കൺവേർട്ട് ടു നമ്മുടെ കോപ്പി. നേരെ പ്രീമിയർ ഓപ്പൺ ചെയ്യുക, ടെക്സ്റ്റ് ടൂൾ എടുക്കുക, ടെക്സ്റ്റ് ടൂൾ എടുത്ത് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ന്യൂവിൽ പോയിട്ട് ലെഗസി ടൈറ്റിൽ അങ്ങനെ പോവുക. അങ്ങനെ പോയി ടൈറ്റിൽ ബാർ സെറ്റ് ചെയ്യുക. ഇവിടെ പോവുക,
വി അടിച്ച് കോപ്പി ചെയ്തു. ഇങ്ങനെ കാണിക്കും. ഫോണ്ട് ഇവിടെ അതേമാതിരി ഫോണ്ടുണ്ട്. ഇത് മലയാളം താജ്മഹൽ മലയാളം ഫോണ്ട് സെലക്ട് ചെയ്തു. ഓക്കെ കൊടുത്തു. ഇവിടെ ടൈറ്റിൽ വന്നു. നേരെ ഇവിടെ ടൈറ്റിൽ കൊടുത്തു. ഇങ്ങനെയും ചെയ്യാം. അതല്ലാതെ ഡയറക്റ്റ് നമുക്ക് ഇവിടെ നിന്ന് ടെക്സ്റ്റ് ടൂൾ എടുത്തുകൊണ്ട് ഇവിടെ ടൈപ്പ് ചെയ്താലും ഇപ്പോൾ കോപ്പി ചെയ്താലും ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടുന്നത് അതുപോലെ തന്നെ ഇഫക്റ്റിൽ പോയാൽ ഗ്രാഫിക്സിൽ പോവാം. ഗ്രാഫിക്സിൽ പോയി ടൈറ്റിൽ എഡിറ്റിൽ ഇവിടെ പോയാൽ ഫോണ്ട് ടെക്സ്റ്റിൻ്റെ ഫോണ്ട് നമുക്ക് വേണ്ട ഫോണ്ട് സെലക്ട് ചെയ്യാം. ഇപ്പോൾ അത് ഇതാക്കി കളർ മാറ്റാം, സൈസ് വലുതാക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അടിച്ചാൽ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ബെൽ ബട്ടൺ അടിക്കണം. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ട്രിക്കായിട്ട് നമ്മൾ ഇനിയും വരും. ഓക്കെ, താങ്ക് യു.